പല പരീക്ഷകൾക്കും ആവർത്തിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മാസ്ലോയുടെ അവശ്യ ശ്രേണി സിദ്ധാന്തം. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതെന്തായാലും പഠിക്കണം നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ. അപ്പോൾ അബ്രഹാം മാസ്ലോ എന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു അവശ്യ ശ്രേണി സിദ്ധാന്തം കൊണ്ടുവന്നിരിക്കുന്നത്. മനഃശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. നമ്മുടെ മനുഷ്യന്റെ ആവശ്യങ്ങളെ ഒരു ശ്രേണി പോലെ തരംതിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പല സ്റ്റെപ്പുകളായിട്ട് അല്ലെങ്കിൽ പടിപടികളായിട്ട് തരംതിരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു ഡയഗ്രാം ഇവിടെ കാണാം. നിങ്ങൾക്ക് ഈ ഒരു വരയ്ക്കുന്ന ഒരു പിരമിഡ് ഫോമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഡയഗ്രാം വരയ്ക്കാം. അങ്ങനെ 5 തരം നീഡുകളാണ് മാസ്ലോ നമുക്ക് പറയുന്നത്. ആദ്യത്തെ ആവശ്യമാണ് ഇത്. ഇങ്ങനെ ഒരു പിരമിഡ് പോലെ വരച്ചിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യത്തെ ആവശ്യം അടിസ്ഥാന ശാരീരിക ആവശ്യം നമ്മൾ ഈ ഫസ്റ്റ് കോളത്തിൽ എഴുതുക. സെക്കൻഡ് കോളത്തിൽ എന്ത് കൊടുക്കുക, സുരക്ഷ ആവശ്യം കൊടുക്കുക. തേർഡ് കോളത്തിൽ സാമൂഹിക ആവശ്യം കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് എഴുതാവുന്നതാണ്. അപ്പോൾ ഒരു ശ്രേണി പോലെ വരച്ച് നിങ്ങൾക്കിത് എഴുതാം. അപ്പോൾ അടിസ്ഥാന ശാരീരിക ആവശ്യങ്ങൾ, സുരക്ഷാ ആവശ്യങ്ങൾ, സാമൂഹിക ആവശ്യങ്ങൾ, ആത്മാഭിമാന ആവശ്യങ്ങൾ, ആത്മസാക്ഷാത്കാര ആവശ്യങ്ങൾ, ഇങ്ങനെ 5 ലെവലിലായിട്ടാണ് മനുഷ്യന്റെ ആഗ്രഹങ്ങളെ മാസ്ലോ തരംതിരിച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്നത് മാസ്ലോ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആദ്യത്തെ ലെവൽ സാറ്റിസ്ഫൈ ചെയ്ത മനുഷ്യൻ മാത്രമേ ഇവിടേക്ക് പോവുള്ളൂ, അടുത്ത ലെവലിലോട്ട് പോവുള്ളൂ. ഇപ്പൊ ആദ്യത്തെ ലെവലിൽ എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല, അല്ലെങ്കിൽ ആദ്യത്തെ ലെവലിൽ ആഗ്രഹങ്ങൾ പോലും എൻ്റെ സാധിച്ചില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യില്ല, അത് തൊട്ടടുത്ത ഒരു ഹയർ ലെവൽ ആഗ്രഹങ്ങളിലോട്ട് എൻ്റെ ആവശ്യങ്ങൾ പോവില്ല എന്നാണ് മാസ്ലോ പറയുന്നത്. അങ്ങനെ തന്നെയല്ലേ നമ്മൾക്ക് ആദ്യത്തെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോന്ന് സാധിക്കുമ്പോഴാണ് നമുക്ക് ഹയർ ലെവൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. അതാണ് മാസ്ലോ ഇവിടെ പറയുന്നത്. അപ്പൊ മാസ്ലോന്റെ തിയറി, ഈ അവശ്യ ശ്രേണി സിദ്ധാന്തം മെയിൻ ആയിട്ട് പറയുന്നത് ഇതൊക്കെയാണ്. പിന്നെ 5 ആവശ്യങ്ങളെ കുറിച്ച് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തതിൽ പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. ആദ്യം അടിസ്ഥാന ശാരീരിക ആവശ്യമാണ്, ബേസിക് ഫിസിയോളജിക്കൽ നീഡ്. അത് മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യമാണ് ഇതിൽ പറയുന്നത്. ആഹാരം, വസ്ത്രം, പാർപ്പിടം മുതലായവയാണ് ഇത് അടിസ്ഥാന ആവശ്യങ്ങൾ. ഈ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് നമ്മുടെ ഓർഗനൈസേഷൻ പോയിന്റ് ഓഫ് വ്യൂ, നമ്മൾ ബിസിനസിന്റെ കാര്യമല്ലേ നോക്കുന്നത്. അപ്പൊ ഈ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ജീവനക്കാർക്ക് എന്ത് ലഭിക്കും, ശമ്പളം ലഭിക്കും. ഇതാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ ഈ ഭക്ഷണവും ആഹാരവും പാർപ്പിടമൊക്കെ കിട്ടിയ ആൾ എവിടേക്ക് പോകും, അയാളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈഡ് ആയി അയാൾ അടുത്ത ലെവലിലോട്ട് പോകും. അതാണ് എന്ത്, സുരക്ഷ ആവശ്യങ്ങൾ അല്ലെങ്കിൽ സേഫ്റ്റി നീഡിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, സുരക്ഷിതത്വം നേടുക. അപ്പോൾ മനുഷ്യന്റെ അടുത്ത ആഗ്രഹം എന്താ, നമുക്കൊരു ജോലി വേണം, വരുമാന സ്ഥിരത വേണം. പിന്നെ നമുക്ക് എന്തെങ്കിലും വന്നു പോയാൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻഷുറൻസ് എടുക്കും. ജോലിക്ക് പോയാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് പെൻഷൻ സ്കീമുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെയാണ് ഇതിൽ വരുന്നത്, ഈ സുരക്ഷാ ആവശ്യങ്ങളിൽ വരുന്നത്. ഇനി സാമൂഹിക ആവശ്യങ്ങളാണ് അടുത്ത ലെവൽ ഓഫ് നീഡിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ബേസിക് ആയിട്ടുള്ള ഫുഡ് കിട്ടി, ഭക്ഷണം കിട്ടിയ പോലെ തന്നെ നമുക്ക് പാർപ്പിടം കിട്ടി. നമുക്ക് പിന്നെ എന്ത് കിട്ടി, നെക്സ്റ്റ് ലെവലിൽ പോയപ്പോൾ എന്ത് കിട്ടി, സുരക്ഷ കിട്ടി. ദെൻ നമുക്ക് എന്താണ് അടുത്ത ലെവൽ ഓഫ് നീഡാണ് ഇത് വരുന്നത്, സാമൂഹിക ആവശ്യം വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കൂട്ടുകാർ വേണം, സൗഹൃദം വേണം, സ്നേഹം വേണം, കൂട്ടായ്മ വേണം എന്നൊക്കെ തോന്നുന്നത്. ഇതാണ് ഇതിന്റെ ഉദാഹരണങ്ങളായിട്ട് പറയുന്നത്. അടുത്ത ലെവലാണ് ഇത് ആത്മാഭിമാന ആവശ്യം. ഇപ്പൊ നമുക്ക് ഓൾറെഡി ഫ്രണ്ട്സ് ആയി, നമ്മൾ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനൊക്കെ തുടങ്ങി. അപ്പൊ നമ്മുടെ ഹയർ ലെവൽ ആഗ്രഹം, നമ്മൾ മനുഷ്യന്മാരല്ലേ, നമ്മുടെ മനസ്സിലെ അടുത്ത ലെവൽ ഓഫ് ആഗ്രഹം വന്നു. അതേതാണ്, എന്നെ എല്ലാവരും അംഗീകരിക്കണം, എനിക്ക് എന്ത് വേണം, പദവി വേണം, അധികാരം വേണം, അംഗീകാരം വേണം, പ്രശംസ വേണം. ഇതൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പൊ ഇതും സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ഹയർ ലെവലിലോട്ട് പോകും. അതാണ് ഇത് ആത്മസാക്ഷാത്കാര ആവശ്യങ്ങളിൽ പറയുന്നത്. ഇത് ലാസ്റ്റ് ലെവൽ ഓഫ് നീഡാണ്. അപ്പൊ നമ്മുടെ താഴെയുള്ള ബാക്കി 4 ലെവൽ ആവശ്യങ്ങളും സാധിച്ചാൽ മാത്രമേ നമ്മൾ എവിടേക്ക് എത്തുള്ളൂ, ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തുള്ളൂ. ഇത് മനുഷ്യന്റെ ഏറ്റവും ഉന്നതമായ ആവശ്യത്തിൽപ്പെട്ടതാണ്. മനുഷ്യനെ കഴിയുന്നതിന്റെ ഏറ്റവും ഉന്നതിയിൽ എത്തുവാനുള്ള ഒരു ആഗ്രഹമാണിത്. വ്യക്തിവികാസം, ജീവിത ലക്ഷ്യം നേടൽ, എന്താണ് എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം, അത് നേടല്, ജീവിതം സഫലമാക്കൽ എന്നിവയാണ് ഇതിന്റെ ഉദാഹരണങ്ങളായിട്ട് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് മാസ്ലോന്റെ നീഡ് ഹൈറാർക്കി തിയറിയിൽ പറയുന്നത്. പിന്നെ പറയുന്നുണ്ട് ഈ അടിസ്ഥാന അവശ്യ ശ്രേണി സിദ്ധാന്തത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പറയുന്നുണ്ട്, ആശയങ്ങൾ പറയുന്നുണ്ട്. ഒരു മനുഷ്യന്റെ പെരുമാറ്റ രീതികളുടെ അടിസ്ഥാനം അയാളുടെ ആഗ്രഹങ്ങളാണ്. ഒരാളുടെ ആഗ്രഹങ്ങൾ
സഫലീകരിക്കുന്നതിന് അയാളിൽ അനുകൂല പെരുമാറ്റം ഉണ്ടാവുന്നു എന്ന് പറയുന്നു. നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും അനുകൂലമായിട്ടുള്ള ഒരു പെരുമാറ്റം ഉണ്ടാവും. അടുത്തത് മനുഷ്യന്റെ ആവശ്യങ്ങളൊക്കെ നമുക്ക് എന്താണ്, ഒരു ശ്രേണിയാണ്. അത് നമ്മൾ കണ്ടുവല്ലോ, പിരമിഡ് പോലെ. അടിസ്ഥാന ശാരീരിക ആവശ്യങ്ങളിൽ തുടങ്ങി അവയെ മുകളിലോട്ട് ക്രമമായിട്ട് എന്ത് ചെയ്യും, അടുക്കി വെച്ചിട്ടുണ്ട്. ഒരു നീട് കഴിഞ്ഞാൽ അടുത്ത ആവശ്യം അങ്ങനെ പോകും. പൂർത്തീകരിക്കപ്പെട്ട ആവശ്യങ്ങൾ ഒരു വ്യക്തിയെ എന്ത് ചെയ്യുന്നില്ല, പ്രചോദിപ്പിക്കുന്നില്ല. നമ്മുടെ എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു ചിന്തയില്ല, എനിക്കിനി അത് വേണമെന്നില്ല. ഇനി അടുത്ത ലെവൽ ഓഫ് ആഗ്രഹങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഒരു ആഗ്രഹം സാധിച്ചാൽ മാത്രമേ നമ്മൾ എവിടേക്ക് പോവുള്ളൂ, ഹയർ ലെവലിലോട്ട് പോവുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് മാസ്ലോന്റെ നീഡ് ഹയറാർക്കി തിയറി പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ എളുപ്പമാണ്. ഇത് വരച്ച് തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇനി ഈ ഒരു സബ്ജക്റ്റിൽ ഇനിയും കൂടുതൽ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.